അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ എന്നും ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല ഇന്നത്തെ. നമ്മൾ ഒരു 2-3 മാസം മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ആണ്, അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ. അപ്പോൾ ഒത്തിരിയും പേര് എനിക്ക് വാട്സാപ്പിലും നമ്മളെ കമൻറ്റിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കുറേ നാളെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷനും ഒരു അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് നമ്മൾ ട്രാവൽ വീഡിയോ, നമ്മൾ റെഗുലർ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഒന്നും അല്ല. അതുകൊണ്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടവർ കാണുക, ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോയിലോട്ട് വരാം. ഇന്ന് നമ്മൾ ആദ്യക്കുട്ടിയൊന്നുമില്ല, ആദ്യക്കുട്ടി ഇവിടെ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയും ഇന്ന് എൻ്റെ വീഡിയോ ആണ്, ഇന്ന് എൻ്റെ തലയാണ് നമ്മളെ കണ്ടൻറ്റ് കേട്ടോ. തല വലിയൊരു കണ്ടൻറ്റാണ്, സോ പറഞ്ഞുതരാം. അപ്പം ഞാൻ കഴിഞ്ഞ മാർച്ചിലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്, മാർച്ച് 3-ാം തീയതി. ഇപ്പം 5 മാസമായി ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട്. അതിന് മുമ്പത്തെ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ചെയ്ത സമയത്ത് എനിക്ക് നല്ല രീതിയിൽ മുടി പോയതാണ്. എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഫുൾ ടൈം ക്യാപ്പ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്താണ് ഞാൻ അവസാനം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. സത്യത്തിൽ എന്താ പറയുക, ഇപ്പം എനിക്ക് ഭയങ്കരമായ മുടി വന്നിട്ടൊന്നുമില്ല, കാരണം 5 മാസം ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ടൈം പീരീഡ് പറയുന്നതെന്ന് വെച്ചാൽ 6 to 8 അല്ലെങ്കിൽ ഒരു 1 year, മാക്സിമം 1 year ആണ് ഇതിൻ്റെ ഒരു ടൈം പറഞ്ഞത്. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു 5 മാസമായുള്ളൂ. 5 മാസമായപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുടി ഉണ്ടോ, ഹെയർ ലൈനൊക്കെ വന്നു കാണാൻ പറ്റും. പക്ഷേ എനിക്ക് ഭയങ്കര തിക്കൊന്നായിട്ടല്ല. സത്യത്തിൽ ഇവിടെ നിന്ന് എനിക്ക് ഒരു മുടി പോലും ഇല്ലായിരുന്നു, കംപ്ലീറ്റ് പോയാണ്. എനിക്ക് ഇവിടെ നിന്ന് തൊട്ട് ഇത്രയും ഒരു എന്താ പറയുക 6th സ്റ്റേജ് മുടി പോയ ആളായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് എനിക്കിപ്പോൾ ഈ ചെറിയൊരു രീതിയിലെങ്കിലും ഒരു കോൺഫിഡൻസ് ഇപ്പം വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് മുടി പോയവർക്കേ അറിയത്തുള്ളൂ അല്ലേ, മുടി ഇല്ലാത്തതിന് ശേഷം. ഇപ്പം ഞാൻ ക്യാപ്പൊന്നും യൂസ് ചെയ്യാറേ ഇല്ല, ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 മാസം ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് റൈഡ് അധികം പോയില്ല, മാക്സിമം പോയാൽ ചെങ്കോട്ട വരെയൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതാണ് 5 മാസത്തിലെ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ എനിക്ക് മുടിയില്ലായിരുന്നു. ഇപ്പം എനിക്കിങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. പക്ഷെ 5 മാസമായപ്പം എനിക്ക് ഭയങ്കരമായ മുടി വന്നൊന്നുമില്ല. എന്നാലും എന്താ പറയുക, കാണാം കണ്ടോ, ഒരു കഷണ്ടി എന്നുള്ള മാറിയിട്ട്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ ഫില്ലാവാറുണ്ട് കേട്ടോ. എനിക്കങ്ങ് ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പുണ്ട്, അതായത് കംപ്ലീറ്റ് ഫില്ലായിട്ടില്ല. അതിന് സമയം എടുക്കുമായിരിക്കും. എന്നാലിപ്പോൾ ആ ഒരു ഹെയർ ലൈനും ഒരു മുടി കഷണ്ടി എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ ഇച്ചിരി കുറച്ച് മുടിയുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇന്നും ഫില്ലാവാറുണ്ട്. ഞാൻ PRP ചെയ്യുന്നുണ്ട്, അതായത് 3 PRP ഞാൻ ഇതുവരെ ചെയ്തു. 5 മാസത്തിൽ ഞാൻ 3 PRP ചെയ്തിട്ടുള്ളൂ. ഇനിയൊരു ഇനിയും ഉണ്ട് PRP എത്ര എടുത്താലും നല്ലതാണ്. PRP എടുത്തിട്ട് വരുമ്പോഴാണ് നമ്മുടെ മുടി പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ട്, എറണാകുളത്താണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം PRP എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള ഒരു 5 months അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് ഒത്തിരിയും പേർക്ക് ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് തന്നെ. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിന്നാണ് ബാക്കിൽ നിന്ന് മുടി എടുത്തിട്ട് വെച്ചപ്പം, അതായത് എൻ്റെ ബാക്കിൽ കുറച്ച് നരച്ച മുടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ട്രിം ചെയ്തിട്ടെടുക്കുന്നത്, അത് ആ മുടി എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്തു. അപ്പോൾ അത് വളർന്നു വന്നപ്പോഴും അത് നരച്ച മുടി തന്നെയാണ്. അതെന്ന് വെച്ചാൽ പ്യുവർലി നാച്ചുറലാണ് സംഭവം, നമ്മളെ തന്നെ ഹെയർ ആണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നരച്ച മുടി എടുത്ത് വെച്ചാൽ നരച്ച മുടി വരും, നീളം മുടിയാണെങ്കിൽ നീളം മുടി. എൻ്റെ ചുരുണ്ട മുടിയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുരുണ്ട് വരുന്നത്. പണ്ട് നല്ല രീതിയിൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇങ്ങനെ ചുരുണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അത്ര ചുരുണ്ട് അറിയത്തില്ല, കാരണം മുടി ഉള്ളു കുറവാണ്. അപ്പോൾ ഇതിന് വീണ്ടും ഫില്ലായി വരണമെങ്കിൽ ഇന്നും സമയം എടുക്കും. എനിക്കൊന്ന് 6 മാസത്തിൽ കൂടുതൽ എടുക്കും എന്ന് തോന്നുന്നു. എങ്കിലും ഇപ്പം ചെറുതായിട്ട് എനിക്ക് ചീവാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ചീവാനുള്ള രീതിയിലുള്ള ഒരു ഹെയർ നമുക്ക് എന്തായാലും വന്നു. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഇപ്പം ഞാൻ എവിടെ പോയാലും മിക്കയിടത്തും മുടിയില്ലാത്ത ആൾക്കാരും ഇങ്ങോട്ട് ഒന്ന് സംശയമായിരിക്കും, എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനത്തെ ഒരുപാട് ആൾക്കാരോട്ട് റീച്ച് ആയതുകൊണ്ട്, നമ്മളിപ്പോലെ മുടി ഇല്ലാത്തവരിലോട്ട് നമ്മൾ വീഡിയോ റീച്ച് ആയതുകൊണ്ട് ഒത്തിരിയും പേര് എപ്പോൾ കണ്ടാലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ 5 മാസമായി. പിന്നെ എന്ന് പറഞ്ഞാലും ഇതിലെനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഈ മുടി കൊഴിഞ്ഞതിന് ശേഷം ചെയ്ത PRP ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു റിസൾട്ട് കുറച്ചും കൂടെ വരുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഉണ്ടോ, ഇവിടെ നിന്ന് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല നടുക്ക് ഭാഗത്തായിട്ട്. പക്ഷേ ഇവിടെയൊക്കെ മുടി ഇപ്പോൾ വളർന്ന് വരുന്നുണ്ട്. അതായത് അവിടെ ഉണ്ടായിരുന്ന മുടിക്കൊരു
അത് വീണ്ടും ഒന്ന് തിക്കായി വരുന്നുണ്ട്. അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ PRP ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലിന് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നി PRPയും ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ട്രാൻസ്പ്ലാന്റേഷന് മുമ്പേ ചെറിയ രീതിയിലൊക്കെ മുടി ഒഴിവാണെങ്കിൽ നിങ്ങൾ PRP ചെയ്ത് നോക്ക്. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞത്. കാരണം വെച്ചാൽ എനിക്ക് പണ്ട് മുടി ഒഴിയുന്നത് എനിക്ക് ഏകദേശം 20 വയസ്സുള്ളപ്പോഴാണ്, 10 വർഷം മുമ്പാണ് എനിക്ക് മുടി ഒഴിഞ്ഞത്. 20 വയസ്സുള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ യൂട്യൂബും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ല. അന്ന് കുറേ ഇവിടത്തൊക്കെ കുറേ ഹോസ്പിറ്റലിൽ പോയി അവർ കുറേ ഇഞ്ചക്ഷനൊക്കെ എടുത്ത്, എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, എനിക്ക് കുറേ ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ കുറേ കാച്ചി എണ്ണ പോലത്തെ എണ്ണയൊക്കെ തന്നു. അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. അന്ന് അതൊന്നും യാതൊരുവിധ ഫലം ഉണ്ടായില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നവർക്കും ഇപ്പോൾ ഒരുപാട് സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അന്ന് എനിക്കത് മനസ്സിലായിരുന്നെങ്കിൽ എനിക്ക് മുടി ഒഴിയത്തില്ല, ഞാൻ അന്നേ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയാക്കിയായിരുന്നു. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ മുടി ഒഴിയുന്നവർ ആദ്യം തന്നെ പോയി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കുക. അതായത് നിങ്ങൾ PRPയും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. മിനോക്സിഡിൽ അതുപോലത്തെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലൊക്കെ മുടി കഷണ്ടി ആവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ എന്തായാലും 5 മാസത്തെ നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. അപ്പം ട്രാൻസ്പ്ലാന്റേഷന് മുമ്പേ എന്ത് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നൊരു മെസ്സേജ് വന്നായിരുന്നു എനിക്ക് വാട്സാപ്പിൽ. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് മുടി പോലുള്ളൂ, അത് ട്രാൻസ്പ്ലാന്റേഷൻ എത്ര രൂപയാവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് തോന്നുന്നു വെച്ചാൽ അത് ചിലപ്പോൾ PRP ഒക്കെ ചെയ്താൽ ശരിയാവും. നമ്മൾ ആദ്യം തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നിൽക്കുന്നതിന് മുമ്പേ മുടി ചെറുതായിട്ടൊക്കെ കൊഴിയുന്നവർ ഇപ്പം തന്നെ പോയി PRP ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുടി കുറച്ചും കൂടെ ഗ്രോത്ത് ആവും, മുടി കൊഴിച്ചിലും നിൽക്കും. ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മളെ 5 months റിസൾട്ട്. ഇന്നിപ്പം എവിടെയും പോകാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ വീഡിയോ ചെയ്ത്. ആതിരെ ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് വീഡിയോയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. പിന്നെന്താ അതിനകത്ത് പറയേണ്ട മെയിൻ കാര്യം ഇതന്നെയാണ് മെയിൻ കാര്യം. ഇത്രയാണ് നമ്മൾ വളർച്ച. പക്ഷേ എൻ്റെ ഞാനൊരു 100% എനിക്ക് പറയാറായിട്ടില്ല ഇത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് പറയാറായിട്ടില്ല. എന്നാലും ഇതുവരെ ഉള്ളതിൽ ഞാൻ സന്തോഷമാണ്. കാരണം നമുക്ക് ഒന്നുമില്ലാത്തടത്ത് ഇത്രയെങ്കിലും വന്നത് തന്നെ വലിയ കാര്യമാണ്. അതിന് നമ്മൾ ഡോക്ടറോട് നന്ദി പറയുന്നു. അപ്പം ഇനിയും വളരട്ടെ, നല്ലപോലെ ഇനിയും വളരണം. എന്തായാലും നമ്മളെ ഹെയർലൈനൊന്നും അത്ര വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഹെയർലൈൻ എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇങ്ങനെ വരച്ചത്. ഇവിടെ നിന്ന് ഞാൻ ഇതിനകത്ത് ഫോട്ടോസ് ഇടാം. ഒന്നുമില്ലായിരുന്നു എനിക്കെന്ന് വെച്ചാൽ ഞാൻ പറയില്ല 20 വയസ്സ് തൊട്ട് കഴിഞ്ഞ 10 വർഷം മുടി പോയി മൊത്തത്തിൽ പോയതായിരുന്നു. ഒരു 6th grade വരെ ഞാൻ നിന്നതാണ്. എന്തായാലും 6th grade നിന്ന് ഇപ്പം നമുക്കൊരു ചെറിയൊരു തോതിലുള്ള ഒരു ആശ്വാസം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വാട്സാപ്പ് ചെയ്യുക, വിളിക്കരുത്, വാട്സാപ്പ് ചെയ്യുക, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മളെ ഹെയർ ട്രാൻസ്പ്ലാന്റ് അപ്ഡേറ്റ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് ഞാനും ആതിരയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും യാത്രയും കുറേ കാര്യങ്ങളൊക്കെ പ്ലാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ഇത് നമ്മളെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഞാൻ എവിടെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര്. ഞാൻ കൊച്ചിയിലാണ് ചെയ്തത്, വി പ്ലാൻ എന്ന് പറഞ്ഞ ക്ലിനിക്കാണ്. പിന്നെ റേറ്റൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ പല സ്ഥലങ്ങളിൽ പല റേറ്റാണ്. പിന്നെ എല്ലായിടത്തും അന്വേഷിച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് ചെയ്യുക. ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞ് അവിടെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുക. എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ അല്ല, ഒരു 90% കഷണ്ടിക്കുള്ള സൊല്യൂഷൻ ആണെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം എനിക്ക് മുടി വരത്തില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഇത്രയെങ്കിലൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ ഇത്രയാണ് നമ്മൾ 5 മാസം റിസൾട്ട്. അതിൽ 5 മാസത്തിൽ 3 മാസം ഒന്നുമില്ലായിരുന്നു. 3 മാസം അതായത് 3 മാസം മുടി ആദ്യം ചെറുതായിട്ട് കിളിച്ചു വന്നു, പിന്നെ അത് പൊഴിഞ്ഞു പോയി, പിന്നെ പഴയ പോലെ തന്നെ ആയി, പിന്നെ വീണ്ടും സ്റ്റാർട്ടായി, പിന്നെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായാണ് വരുന്നത്. ഭയങ്കര സമയമെടുക്കും ഇതിന്. ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ഇപ്പോൾ അതിൻ്റെ ചിന്തയൊക്കെ മാറി. ഇപ്പം സംഭവം സ്റ്റാർട്ടായി വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ മുടി വെട്ടിയിട്ടില്ല. അതായത് ഫ്രണ്ടിൽ വെട്ടിയിട്ടില്ല, സൈഡിൽ മാത്രം ഞാൻ ചെയ്തിട്ടാണ് ഇത്രയും നാൾ മുമ്പോട്ടായിട്ട്. ഇതുവരെ വെട്ടടായില്ല. ഞാൻ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ ഞാൻ ഫ്രണ്ടിലെ മുടി കൂടെ വെട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ എത്ര 5 മാസം ഒരു 3 മാസം കൂടെ കഴിഞ്ഞ് ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഞാൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇനിയുള്ള മാറ്റങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.